ഇനി കൂണ് കിട്ടിയ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഈ കാണുന്ന സ്പൈസസും 4-5 കാശ്മീരി മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഇതുപോലെ. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള കുനുകുനാന്നരിഞ്ഞത്, ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇനി കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ആദ്യം പൊടിച്ച് വെച്ച മസാലയും ചേർത്ത് ഇളക്കി വഴറ്റി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ശേഷം മൂടി തുറന്ന് വെള്ളമയമൊക്കെ വറ്റി മസാല ഒന്ന് ഡ്രൈ ആവുന്നത് വരെ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുത്ത് മസാലയുടെ വെള്ളമൊക്കെ വറ്റി മസാല ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഈ മഴയത്ത് നല്ല മധുരമുള്ള കട്ടനൊപ്പം ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു എരിപ്പൊരി മഷ്റൂം പെപ്പർ ഫ്രൈഡ് റെസിപ്പി ആയിരുന്നു ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.